ഗുഡ് മോർണിംഗ്. അയ്യോ, എനിക്ക് വരുന്നതേ ഉള്ളൂ. ഇന്നെനിക്ക് ഓഫീസിൽ പോകണം. അപ്പം ഒരു ഓഫീസിൽ പോകുന്ന ഒരു ബിസി മോർണിംഗും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഓഫീസൊക്കെ കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് എൻ്റെ ഹോം മദർ ജേർണി. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നമുക്ക് കാപ്പി ചായ കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറച്ച് കുറയും. എനിക്ക് കാപ്പി കുടിക്കാൻ ഇഷ്ടമാണ് രാവിലെ, എന്നാലും ഏറ്റവും ആദ്യം അത് കുടിക്കാതെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ കാപ്പി കുടിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ന് മോനെ സ്കൂളിൽ വിടേണ്ട ദിവസമാണ്, അതുകൊണ്ട് ഞാൻ സ്കൂൾ ലഞ്ച് ബോക്സിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഫ്രോസൺ കോൺ മേടിക്കാൻ കിട്ടും, അപ്പം അതൊരു കോണും പിന്നെ ഒരു മുട്ടയും കൂടെ അത് എയർ ഫ്രയറിൽ എടുത്ത് വെക്കുക. ഈ മുട്ട എയർ ഫ്രയറിൽ വെക്കുന്ന അടിപൊളി സംഭവം കേട്ടോ. ജസ്റ്റ് നമ്മൾ എയർ ഫ്രയറിൽ ഒരു മുട്ട വെക്കുക, ഒരു 15 മിനിറ്റ്സ് വെക്കുക, ആൻഡ് അത് നല്ല പ്രോപ്പർ ബോയിൽഡ് ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. പയ്യതാ വെള്ളമൊക്കെ കുടിച്ച് പയ്യെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനിയും ലഞ്ച് ബോക്സിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിനായിട്ട് ജോലിക്ക് പോകേണ്ട ദിവസമായതുകൊണ്ട് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സാണ് ചെയ്യുന്ന, വലിയ കുക്കിങ്ങോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ലഞ്ച് ബോക്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫെയറി ബ്രെഡാണ്. അതിവിടെ ഓസ്ട്രേലിയയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. വേറെ ഏതൊരു രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. പേര് ഭയങ്കര ആഡംബരമൊക്കെ ആണെങ്കിലും സംഭവം എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ ബ്രെഡിലോട്ട് കുറച്ച് ബട്ടർ പുരട്ടുക, പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് എന്ന് പറയുമ്പോഴത്തേനും ഈ കളേർഡ് ആയിട്ടുള്ള ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ആ സ്പ്രിങ്കിൾസും കൂടി ഇട്ട് ആക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവന് വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കാറുണ്ട്. ഇതങ്ങനെ ഹെൽത്തി ഫുഡാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു ഫൺ ട്രീറ്റ് ആയിട്ട് കഴിക്കാനും കൊള്ളാം. പിന്നെ ലഞ്ച് ബോക്സിൽ അവർ കഴിക്കുന്ന ഫുഡ് വെക്കുക എന്ന് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കാം, ബട്ട് വയറ് നിറയണം. അവിടെ സ്കൂൾ ലഞ്ച് ബോക്സിൽ അവരെന്തെങ്കിലും കഴിക്കണം, അതുമാത്രമേ ഞാൻ നോക്കാറുള്ളൂ പൊതുവെ. അപ്പം ഒരുപാട് ഈ പറയുന്ന ഹെൽത്തി ഓപ്ഷൻസ് വെച്ചിട്ട് എൻ്റെ തല പുകയ്ക്കാറില്ല. ബിക്കോസ് അങ്ങനെ ചെയ്താൽ കൊണ്ടുപോകുന്ന സാധനം അതേപടി തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ദാ എൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ഒരു 3 സ്ലൈസസ് ഓഫ് ഫെയറി ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് ലഞ്ച് ബോക്സിൽ ഒരു ഫ്രൂട്ട് വേണം, ഒരു വെജിറ്റബിൾ വേണം. വെജിറ്റബിളിനാണ് ഞാൻ നേരത്തെ എയർ ഫ്രൈഡ് കോൺ. പിന്നെ ഇത് ഈ ഒരു റിങ്സ് എന്ന് പറയുന്നത് അതൊരു ഹെൽത്തി ഒരു ക്വിനുവ ഓപ്ഷനാണ്, വലിയ കുഴപ്പമില്ല. ദാ നമ്മുടെ ഇളയാൾ എണീറ്റ് വന്നിട്ടുണ്ട് എന്നെ തപ്പി. അപ്പോൾ അവൾക്ക് കുറച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്യുന്നു. Did you have a good sleep? Yeah. Did you sleep? How did you sleep? Yes. What? Cat. Apple. Apple? Yeah. Good job. Yeah, I want to wash it. No, beautiful apple. What's that? This is for Ryan. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച സാധനമായി. സോ കോൺ എടുത്ത് അവൻ്റെ ലഞ്ച് ബോക്സിൻ്റെ പാർട്ടായിട്ട് വെക്കുന്നു. ആൻഡ് നമ്മുടെ മുട്ട കുറച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് മുക്കി വെക്കാം. അപ്പം അത് ഓവർ കുക്കാവാണ്ട് ഇരിക്കും. പിന്നെ ഇതാ ലഞ്ച് ബോക്സിലേക്കുള്ളതെല്ലാം എടുത്ത് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രൂട്ടും ഒരു വെജും വേണം. അപ്പോൾ ഫ്രൂട്ടിന് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഫുൾ ആപ്പിള് അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട്, പിന്നെ വെജിന് വെച്ചിരിക്കുന്നത് കോൺ. പിന്നെ ലഞ്ച് ബോക്സിൽ ഞാൻ ഈ ഒരു ഇൻസുലേറ്റഡ് ബാഗ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഐസ് ബ്ലോക്കും കൂടെ വയ്ക്കും. അപ്പോൾ തണുപ്പ് അതുപോലെ തന്നെ ഇരുന്നോളും, അപ്പോൾ ഫുഡൊക്കെ കേടാവാണ്ടിരിക്കും. പിന്നെ ഇതാ ലഞ്ച് ബോക്സ് വെച്ചു, കോൺ വെച്ചു, ഒരു യോഗേർട്ടിൻ്റെ ഒരു പൗച്ചും കൂടെ വെച്ചു. അപ്പം അത് കഴിക്കുമ്പോൾ തന്നെ നല്ല ഫുള്ളായിക്കോളും. പിന്നെ ഫ്രൂട്ട് ഫെയർ വെച്ചത് അവർക്ക് ക്രഞ്ച് ആൻഡ് സിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് പിന്നീട് അവർ കഴിക്കുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട് കഴിക്കാനായിട്ട്.
മമ്മ പറഞ്ഞല്ലേ can I remove skin? നല്ല ആദ്യം പറഞ്ഞേ. Yummy, can I have a bite? Yummy in my tummy. Can I give you Weet-Bix? Yeah. Jojo, did you cry in daycare yesterday? Yeah. How? How? How did you cry? How? How? Huh? How did you cry? Wait. Kanyo, why did you cry? Why? But why did you cry? Why? Why did you cry? വീണ്ടും കടി വേണ്ട ബേബിക്ക്. ഇന്ന് കടി വേണ്ട. Happy birthday. Oops. ഇളയാളും എൻ്റെ കൂടെ തന്നെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരുങ്ങാനുള്ള പരിപാടികൾ തുടങ്ങി. ഇന്ന് ഓഫീസിൽ പോകണമല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും ഒരുങ്ങാൻ തുടങ്ങണം. ഇന്ന് ഇതുവരെ മോൻ എണീറ്റിട്ടില്ല, അവന് തീരെ വയ്യ, അതുകൊണ്ട് അവനെ ഞാൻ എണീപ്പിക്കുന്നുമില്ല. എൻ്റെ മുടി ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യും, ഭയങ്കര ചൂല് പോലെ ആക്കാനല്ല, പക്ഷെ ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത്. എനിക്ക് കാര്യമായിട്ട് വലിയ സ്കിൻ കെയർ റുട്ടീനോ മോർണിംഗ് റുട്ടീനോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഫേസിൽ ഒരു ഓയിലിടും, ഒരു ഹെംപ് സീഡിൻ്റെ ഒരു ഓയിലാണ്, ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട്. പിന്നെ മേക്കപ്പ് വൈസും ഞാൻ ഒരു മിനിമലിസ്റ്റ് ആണ് മേക്കപ്പിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴത്തേനും. അപ്പം ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ ഇടുക, പിന്നെ ആ കൂട്ടത്തിൽ തന്നെ കണ്ണൊന്ന് എഴുതി ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇടാം, അത്രേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എൻ്റെ ഒരു ഓഫീസിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു ലുക്ക്. അങ്ങനെ ഫൈനലി റെഡി ആയി ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അവളെ ഡേ കെയറിൽ വിടണം. മോന് തീരെ വയ്യ, അതുകൊണ്ട് അവനെ ഇന്ന് വിടുന്നില്ല. ഫുൾ അവനെ എല്ലാം റെഡിയാക്കി വെച്ചതാ, പക്ഷെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തീരെ വയ്യ, കോൾഡും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ലിജു എന്തായാലും വീട്ടിലുണ്ട്, അതുകൊണ്ട് അവനെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ ഇന്ന്. ലെറ്റ്സ് ഗോ. ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞു. പതിവ് പോലെ കരച്ചിലുണ്ടായിരുന്നു. അത് ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോൾ എപ്പോഴും കരച്ചില്ല, എന്തിനാന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, പക്ഷെ ആ പോകുന്നതിൻ്റെ ഒരു വിഷമം അവർക്ക് ഉണ്ട്. ഡ്രോപ്പ് ഓഫ് എല്ലാം കഴിഞ്ഞാൽ കാണുമ്പോൾ നമ്മൾ ചങ്കിങ്ങനെ ഒരു വിഷമം. പക്ഷേ കുഴപ്പമില്ല, ഇനി ഇപ്പം നേരെ ഓഫീസിലോട്ട് 8:15 ആയി, സമയത്ത് എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ. എൻ്റെ ഓഫീസ് സിറ്റിയിലായതുകൊണ്ട് സിറ്റിക്കകം വരെ വണ്ടി ഓടിച്ച് പോകാറില്ല. ഒന്നാമത് അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം വരെ വണ്ടി പോയിട്ട് ബാക്കി ബസ് എടുത്താണ് പോകുന്നത്. പിന്നെ അത് ഓഫീസ് എത്തിയ ഉടനെ തന്നെ ഞാനൊരു കോഫി മേടിക്കും. കോഫിയും ഇന്നൊരു ബേഗിളും കൂടെ മേടിച്ചു. ആൻഡ് പൊതുവേ ഞാൻ എന്തെങ്കിലും ഓഫീസിൽ വൺസ് വീക്കേ പോകാറുള്ളൂ, അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്നൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതാ കോഫിയൊക്കെ കുടിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാഞ്ഞോണ്ട് ഫസ്റ്റ് ടീ ബ്രേക്ക് ആയപ്പോൾ തന്നെ നന്നായിട്ട് വിശന്നു. അപ്പോൾ ദാ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഒരു കിനുവ സാലഡ് കഴിച്ചു. ഇത് കിനുവ, ഫെറ്റ ചീസ് ആൻഡ് ബ്രോക്കലി ഒക്കെ ഇട്ടിട്ട് ഒരു സാലഡാണ്. നല്ല ഫില്ലിങ്ങും ആയിരുന്നു, അടിപൊളി ടേസ്റ്റും ആയിരുന്നു.
പിന്നെ ലഞ്ച് ബ്രേക്ക് ഒരു 30 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ സിറ്റിയിൽ പോയി കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം മേടിച്ചു. സിറ്റി രാവിലെയൊക്കെ കാണാൻ എന്ത് രസം. എനിക്ക് ചുമ്മാ ഇഷ്ടം സിറ്റി കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട്. പിന്നെ ഇതാ വീണ്ടും ജോലിക്കൊക്കെ കയറി വൈകിട്ട് സമയമായപ്പോഴത്തേനും ഒരു കാപ്പി കുടിക്കാമെന്ന് വെച്ചു. ഞാനൊരു സാഷെ കോഫി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അവിടെ ഓഫീസിൽ തന്നെ ഇരുന്ന് അങ്ങ് കുടിക്കും. തീറ്റയും കൂടി മാത്രമല്ല കേട്ടോ, പണീൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പണി കാണിക്കാനൊന്നും പ്രത്യേകിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കുന്നു. ഞാനിവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ പെട്ടെന്നൊരു കിച്ചൺ ടൂറും കൂടെ കാണിക്കാം. ഞങ്ങളുടെ ഓഫീസിൻ്റെ ഇത് ഞങ്ങളുടെ ഒരു പുതിയ ബിൽഡിങ്ങാണ്. അപ്പം അതുകൊണ്ട് നല്ല അടിപൊളി പുതിയ അപ്ലയൻസസും ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പം കിച്ചൺ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോരോ ഡ്രോസിൽ അവർ പുറത്ത് ഇങ്ങനെ ലേബിൾസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മൈക്രോവേവ് ഉണ്ട് നമുക്ക് അവിടെ തന്നെ ഫുഡ് ചൂടാക്കാനായിട്ട്. പിന്നെ ഇതുപോലെ കട്ട്ലറി ഡ്രോ, മറ്റേ കപ്സിന്, പ്ലേറ്റ്സിന് അത് പുറത്തെല്ലാം അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ടോസ്റ്റേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ച് മേക്കേഴ്സ് ഉണ്ട്. അപ്പം പലരും ഇവിടെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ വന്ന് ചൂടാക്കിയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നമുക്കിവിടെ ഡിഷ് വാഷർ ഉണ്ട്. അപ്പം പാത്രങ്ങളെല്ലാം അതിൽ തന്നെ ആക്കിക്കോളും. ആൻഡ് ഫ്രിഡ്ജിൻ്റെ അകത്ത് പാലും ഒക്കെ വെക്കാനുള്ള ഫ്രിഡ്ജും, ഇത് മിൽക്ക് ഫ്രിഡ്ജും അതുപോലെ കുറേ ഫ്രിഡ്ജുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫുഡും ഒക്കെ നമുക്ക് അവിടെ തന്നെ വെക്കാം. സോ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ തന്നെയാണ് ലഞ്ചൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ തരാറുണ്ട്. ടീ, കോഫി, മറ്റേ ഹോട്ട് ചോക്ലേറ്റ് പൗഡർ, അങ്ങനെയല്ല. ജോലിയെല്ലാം തീർന്നത് ആ വീട്ടിലോട്ട് പോകുന്നു. നല്ല രാത്രിയായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.